ഇത് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ, വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് പറയില്ലേ, അതുപോലെ 4 മക്കളെയും കൊണ്ട് നമ്മൾ കടവീതിക്ക് പോകാനായിട്ട് പോയതാണ് കേട്ടോ. കുറച്ച് വീട്ടു സാധനങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആദ്യം നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ഹോൾസെയിൽ കടയിലാണ് പോയത്. അവിടെ മൊത്തമായിട്ടേ തരുള്ളൂ, ചില്ലറയായിട്ട് തരില്ല അത്ര. അവിടെ നിന്ന് തുടങ്ങി പിണക്കങ്ങളും കരച്ചിലുകളും. തിരിച്ച് കരഞ്ഞ് ഒരാൾ ഉറങ്ങി. ഒരു വിധത്തിൽ കടവീതി എത്തിയിട്ട് ആളെ വിളിച്ചെടുത്തിയതാണ്. നല്ല തിരക്കായതുകൊണ്ട് 4 പേര് 4 വഴിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ കയ്യിൽ അപ്പുറം ഇപ്പുറം 2 ബോഡി ഗാർഡും എൻ്റെ കയ്യിൽ ഒരാളും നാത്തൂൻ്റെ കയ്യിൽ ഒരാളും, അങ്ങനെ 4 പേരെയും കൂട്ടിയിട്ട് എല്ലാ കടകളും നോക്കി ഒരു ചുരിദാർ എടുക്കുന്ന ഒരു കടയിൽ കയറി കേട്ടോ. നിറയെ കളക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ അവിടെയൊക്കെ നിന്ന് പർച്ചേസ് ചെയ്യണം, ഇവരുടെ അവിടെ ഇരുന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള മൂടൊക്കെ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ അങ്ങനെ കുറേ നോക്കി കഴിഞ്ഞിട്ട് പൊന്നൂട്ടിക്ക് ഒരു പട്ടുപാവാട എടുക്കാനായിട്ട് നമ്മൾ പോയി. പട്ടുപാവാടയ്ക്ക് മാത്രം ഞങ്ങൾ 10 കട കയറി ഇറങ്ങി. അവസാനം ഒന്നിൽ ഒത്തു വന്നെങ്കിലും ഫ്രോക്കാണ് ഇഷ്ടപ്പെട്ടത്. അവിടെയും അടികൂടലും പിടികൂടലും ഒക്കെ ആണെങ്കിലും ഫ്രോക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഫ്രോക്കും എടുത്ത് ഒരു പട്ടുപാവാട എടുത്ത് നമ്മൾ നേരെ വിട്ടത് ഹോട്ടലിലേക്കാണ്. കാരണം കാറിൽ കയറിയപ്പോൾ മുതൽ ഇവർക്ക് വിശക്കലും വയറുവേനക്കലും ഛർദ്ദിക്കലും ഒക്കെ പതിവാണ്. അങ്ങനെ നേരെ ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിക്കണം. അവിടെ അടികൂടലാണ്. ഇവർ 4 പേരും കണ്ടു കഴിഞ്ഞാൽ കീരിയുമ്പാമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് കയറി. ബിരിയാണിയും ചില്ലിയും പൊറോട്ടയും കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വിധത്തിൽ എല്ലാവർക്കും വയറ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.